ജോലി ഇപ്പോൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷൻ നമുക്കിപ്പോൾ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ എന്തും ആയിക്കോട്ടെ, പക്ഷേ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് അല്ലേ. നമ്മൾ ഒരുപാട് അപ്ലിക്കേഷൻസ് അയക്കണം, ഇൻ്റർവ്യൂവിന് പോകണം, അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ ജോലി കിട്ടുക പറഞ്ഞാൽ ഇതിൻ്റെ ഓൾറെഡി ടഫാണ്. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട്, അതായത് ഇങ്ങനെ മാറിയ ആളായതുകൊണ്ട് ഇരട്ടിപ്പണിയാണ് സത്യം. അത് ആരും ജോലി തരത്തില്ല. പലപ്പോഴായിട്ട് ഞാൻ ഫേസ് ചെയ്തൊരു കാര്യമാണ്. ജോലിക്ക് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഐഡൻറ്റി കാര്യങ്ങൾ പറയുമ്പോൾ അവർ റിജക്റ്റ് ചെയ്യണം. ആലോചിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ചോദിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ എടുക്കുന്നില്ല എന്നുള്ള കുറേ സംസാരങ്ങൾ. നമ്മുടെ കഴിവോ നമ്മുടെ ഗ്രാജുവേഷനോ നമ്മുടെ സ്കിൽസോ ഒന്നും അവിടെ നോക്കുന്നില്ല. അവർ ഇന്ന കമ്മ്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജോലി തരത്തില്ല. അതാണ് മെയിനായിട്ട് നടന്ന കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനീസൊക്കെ ഈ DNA ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്ന സംഭവമുണ്ട് എല്ലാ കമ്പനിയിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തു നിന്നും കുറച്ച് ആളുകളെ ജോലി എടുക്കണം എന്നുള്ള ഒരു പോളിസി ഉണ്ട് കമ്പനിക്ക്. ഓക്കെ, PWD, വുമൻസ്, അതുപോലെ തന്നെ നമ്മൾ LGBTIQ, പിന്നെ അതുപോലെ ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ വെറ്ററൻസ്, ഇങ്ങനെ ആളുകളൊക്കെ ജോലിക്ക് എടുക്കണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴായിട്ട് കമ്പനി ആളുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാർക്കും ജോലി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഞാനൊക്കെ കേരളത്തിലുള്ള സമയത്ത് ഫേസ് ചെയ്തൊരു വിഷയമായിരുന്നു അൺഎംപ്ലോയ്മെൻറ്റ്. അതെനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ അറിയാമല്ലോ, നമുക്ക് ഫുഡ് കഴിക്കാൻ വഴിയില്ല, പട്ടിണിയാണ്. അതായത് പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ്. കിടക്കാൻ സ്ഥലമില്ല, പട്ടിണി, നമ്മൾ മുഴു പട്ടിണി തന്നെ പറയാം. അതാണ് അവസ്ഥ. പലപ്പോഴും ഇങ്ങനെ ഒരു സ്റ്റേജിലൂടെ ഞാൻ പോയിട്ടുണ്ട് സത്യം പറഞ്ഞിട്ട്. വിദ്യാഭ്യാസമുള്ള പല ആൾക്കാർക്കും ജോലി കിട്ടാതെ ഇരുന്നിട്ടുണ്ട്. കാരണം അവരുടെ എന്തോ സാഹചര്യങ്ങളുണ്ട്, പല സാഹചര്യങ്ങളുണ്ടാവും, ഒന്ന് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാർക്കും ജോലി ഇല്ലാതെ തന്നെ കഷ്ടപ്പെട്ട് നടക്കണം ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് കാണാം. എൻ്റെ ലൈഫിൽ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്, ഒരുപാട് ജോലി, എണ്ണിയാൽ തീരില്ല അത്രത്തോളം ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വീട് വിട്ട് പോകുന്നതിന് ശേഷം ചെയ്ത ജോലികളാട്ടോ. കാരണം ഭക്ഷണം കഴിക്കണമല്ലോ, പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ജോലി വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിരുന്നു എനിക്ക്. ബിക്കോസ് ജോബ് ഈസ് വെരി മാൻഡേറ്ററി തിങ് ഫോർ മീ, ബിക്കോസ് ഐ നീഡ് സർവൈവൽ, ദാറ്റ്സ് ദ റീസൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിക്ക് വേണ്ടിയുള്ള അപ്ലിക്കേഷൻസുകളൊക്കെ അയച്ചാലും റിജക്ഷനാണ് കിട്ടുക മൊത്തത്തിൽ. ആ സമയത്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒന്നും മാറിയിട്ടില്ല. ഡോക്യുമെൻറ്റ്സ്, ആധാർ കാർഡ്, പാൻ കാർഡ് ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ ഇതൊന്നും മാറാതെ ഏത് രീതിയിൽ നമുക്ക് ജോലി കിട്ടും? സത്യമായിട്ട് കിട്ടത്തില്ല. അതാണ്. പക്ഷേ ഞാൻ ചെയ്ത കാര്യം എന്താ അറിയുമോ? ചെയ്യാൻ പറ്റുന്നിടത്തോളം മാക്സിമം ജോലി ചെയ്തു. എൻ്റെ കഴിവിന് പരമാവധി എന്താണോ കിട്ടുന്ന ജോലി അതിനൊക്കെ പോയി. സോ പറയുകയാണെങ്കിൽ, ഇഫ് ഐ ഗോട്ട് ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഡു എനി ഹൗസ് ക്ലീനിങ് ജോബ്, ഐ വിൽ ഗോ ഫോർ ദാറ്റ്സ് വാട്ട്. ആണെങ്കിൽ എനിക്കിപ്പോൾ ഒരു ക്ലീനിങ് ജോബ് കിട്ടി, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ എന്തെങ്കിലും വെയിറ്ററായിട്ട് ജോലി കിട്ടി, അങ്ങനെയാണെങ്കിൽ ആ ജോലിക്ക് പോകും. ഇങ്ങനെയുള്ള പല ജോലിക്ക് ഞാൻ പോയിട്ടുണ്ട്. ഒരുപാട് ജോലിക്ക്, ഇഷ്ടം പോലെ ജോലി. ആൾക്കാർക്ക് അറിഞ്ഞുകൂടെ ഞാൻ എന്ത് ജോലിയാണ് ചെയ്തിട്ടുള്ളത്, കാരണം അത്രത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ സുഖമില്ലാത്ത ആളുകളെ നോക്കാൻ, അസുഖമുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ നമ്മൾ ബെഡ് പേഷ്യൻസിന് കെയർ ടേക്കർ ആവശ്യമുണ്ട്. അപ്പോൾ അതുപോലത്തെ ജോലികൾക്ക് കെയർ ടേക്കർ ജോബ്, ഓക്കെ, ഇതുപോലത്തെ ജോലികൾക്ക് രാത്രിയൊക്കെ നമ്മളവിടെ സ്റ്റേ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ജോലികൾ, പിന്നെ ഷോപ്പിൽ സെയിൽസ്, മാർക്കറ്റ്, അതുപോലെ തൂത്ത് തുടക്കാൻ, അതുപോലെ തന്നെ എല്ലാ ജോലികൾക്കും പോയിട്ടുണ്ട്. എല്ലാ ജോലിക്കും അതിനനുസരിച്ചുള്ള ഇതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ, മഹത്വമുണ്ട്. സോ ഞാൻ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യാത്ത ജോലികളൊന്നും കാണില്ല, അത്രത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ പല ആൾക്കാരും ജോലി തരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ടുണ്ട്. ആൾക്കാർ ജോലി തന്നിട്ട് പല ആൾക്കാരും ശമ്പളം തരാതെ പറ്റിച്ചിട്ടുണ്ട്, അതും നടന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എൻ്റെ ഇതിൽ എന്നെ പറ്റിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, ജോലി തരാതെ അല്ല, ജോലി തന്നിട്ട് ശമ്പളം തരാതെ പറ്റിച്ച ആൾക്കാർ, അവരൊക്കെ ഇപ്പോഴും ഒരു ഗതിയില്ലാതെ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ ആരും ശപിച്ചിട്ടൊന്നുമില്ല, സത്യത്തിൽ ഞാൻ അറിഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ ജോലി തന്നിട്ട് എന്നെക്കൊണ്ട് കഷ്ടപ്പെടുത്തി പണിയെടുപ്പിച്ച ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 8 മണിക്ക് കയറി 12 മണിക്കൊക്കെ ഷോപ്പ് അടക്കുള്ളൂ. അതുവരെ എന്നെ ഇരിക്കാൻ പോലും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം എന്നെ വിളിക്കും. എനിക്ക് വയ്യാതെ ഇരുന്നിട്ട് പോലും ഞാൻ ആ ജോലിക്ക് പോയി. സുഖമില്ല, അന്ന് ആര് തിരിഞ്ഞു നോക്കാനാണ്? ഫുഡ് പോലും ഇല്ല, എനിക്ക് ഒരു നേരം ഫുഡ് പോലും ഇല്ല. ഫുഡ് കഴിക്കാൻ പോലും വഴിയില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ ഷോപ്പ് വെക്കണ സമയത്ത് ഞാൻ പട്ടിണി, എല്ലാവരും ഫുഡ് കഴിക്കും, ഞാൻ മാത്രം പട്ടിണി. അങ്ങനെ നിന്ന സമയത്ത് കൂടി എൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാതെ എന്നെക്കൊണ്ട് പണിയെടുപ്പിച്ചു. വലിയ ലോഡൊക്കെ എന്നെക്കൊണ്ട്, അതായത് അത്രയും വലിയ ലോഡ്, ഞാൻ സർജറി കഴിഞ്ഞ് ഇറങ്ങിയ സമയമാണ്. അത്രയും വലിയ ലോഡൊന്നും എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റില്ല, എനിക്ക് പെയിൻ വരും.
അത്രയും വലിയ വലിയ ലോഡുകളൊക്കെ എന്നെ കൊണ്ടെടുപ്പിച്ചു, വലിയ ലോഡുകൾ. ഇപ്പം ഞാൻ അറിഞ്ഞ കാര്യം ആ ഷോപ്പ് ക്ലോസ് ചെയ്തു എന്നാണ്. വലിയ സൂപ്പർ മാർക്കറ്റായിരുന്നു അത്, അത് ട്രിവാൻഡ്രത്തായിരുന്നു അത്. അവരത് ക്ലോസ് ചെയ്തു. എൻ്റെ കാരണം എന്താ, കച്ചവടം ഇല്ലാന്നോ എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതാ പറഞ്ഞത്, ഞാൻ അത് ശപിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഞാൻ അറിഞ്ഞ കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ട്രിവാൻഡ്രത്ത് തന്നെ എന്നെ ഒരാൾ ജോലി തരാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. അവിടെ ജോലി തന്നു. പക്ഷേ 3 മാസം വർക്ക് ചെയ്തിട്ടും അങ്ങേര് ഞാൻ പറഞ്ഞ സാലറി അല്ല എനിക്ക് തന്നത്. എനിക്ക് പറഞ്ഞ സാലറി അല്ല, 2 മാസം സാലറി എനിക്ക് തന്നിട്ടുള്ളൂ. അങ്ങനെ എന്നെ ആ രീതിയിൽ പറ്റിച്ച്. അതിനുശേഷം ഞാൻ അറിഞ്ഞത് മൊത്തത്തിൽ ഉടായിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി ഇപ്പോൾ കേസും കാര്യമായിട്ട് നടക്കുകയാണ്. എല്ലാം ക്ലോസ് ചെയ്തു, ഒരു സംഭവമില്ല. ആൾക്കാരെ കുറേ പൈസ ഒക്കെ പറ്റിച്ച് മുങ്ങി, എന്താ പറയുക, മൊത്തം കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സംഭവമാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ആരും ശപിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. നമ്മൾ എന്ത് ചെയ്തോ അത് തന്നെ തിരിച്ചു കിട്ടും. കർമ്മ സംഭവം, കർമ്മ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് എനിക്ക് ഭയങ്കര വിശ്വാസം. നമ്മൾ ചെയ്തിട്ട് നല്ല ചെയ്ത് നല്ല കിട്ടും, ചീത്ത ചെയ്ത് ചീത്ത കിട്ടും, അത്രേ ഉള്ളൂ. നമ്മൾ ആകെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് തിരിച്ചത് കിട്ടും. പക്ഷേ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റും, ഇന്നതുകൊണ്ടാണ്. അല്ലാത്തവർ അത് വലിയ കാര്യമൊക്കെ എടുക്കില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം, അതാണ് കാരണം. കർമ്മ സംഭവം ഉണ്ട് കേട്ടോ, അതുള്ള കാര്യം. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ യൂസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എന്നെ വേറൊരു ടീം, തൃശ്ശൂരിലുള്ള ടീം ജോലി തന്നിട്ട് എന്തൊരു അസിസ്റ്റൻറ്റ് മാനേജറൊക്കെ ആയിട്ടാണ് ജോലി തന്നത്. അവരുടെ എന്തോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, ഉടായിപ്പായിരുന്നു, കംപ്ലീറ്റ് ഉടായിപ്പായിരുന്നു അവർ. ആ പ്രൊഡക്റ്റ് ഒരു ആപ്പായിരുന്നു. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് അതിന് ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട്. ഒരു അസിസ്റ്റൻറ്റ് മാനേജർ ആകുമ്പോൾ അതിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. ഒരുപാട് റിസ്ക് ഞാൻ എൻ്റെ ഇതിലെടുത്തു. അങ്ങനെ അസിസ്റ്റൻറ്റ് മാനേജർ അല്ല, ഏരിയ മാനേജർ കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് കൊടുത്തു. അവർക്ക് അതിനെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ആളുകളെ വിളിച്ചു വരുത്തി. കുറേ ആൾക്കാരെ നമ്മളിതിന് വേണമല്ലോ, കാൻഡിഡേറ്റ്സിനെ വേണമല്ലോ, അതിനൊക്കെ ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ 3 മാസം ഞാൻ ഫീൽഡ് വർക്കായിരുന്നു, എനിക്ക് ഫീൽഡ് വർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊന്നും പൈസ അവർ തരത്തില്ല, ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കണം. അങ്ങനെ ഓരോ കാര്യത്തിൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടൊക്കെ ചെയ്തിട്ട് ഇവരെനിക്ക് തന്ന സാലറി വെറും 4000 രൂപയാണ്. 2 മാസം വർക്ക് ചെയ്തതിന് 4000 രൂപ സാലറി ഉണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കണം, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് 2 മാസം ജോലി ചെയ്തതിന് 4000 രൂപ സാലറി വാങ്ങിയ ഒരാളെ കഥ? അതാണ് ഞാൻ. അപ്പം ഇങ്ങനെയൊക്കെ തന്നെ ആൾക്കാർ പറ്റിച്ച്. അങ്ങനെ ഒരുപാട് ദുരിതത്തിലൂടെ പോയി എന്ന് പറയാം. ദുരിതം തന്നെ ഉള്ളു, ദുരിതം. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ. പിന്നെ ഞാൻ ഒരു പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു. ഫുഡ് കഴിക്കാൻ വഴിയില്ല, ഭക്ഷണത്തിനായിരുന്നു ഞാൻ അനുഭവിച്ചത്. ഫുഡ് എനിക്കില്ല, ഭക്ഷണമില്ല. ഒരു നേരം പോലും ഫുഡില്ലാതെ ഞാൻ ആകെ എന്തോ പോലെ. എനിക്ക് അസുഖങ്ങളൊക്കെ വന്നു. ഫുഡ് കഴിക്കാതായിട്ട് എനിക്ക് പനി വന്നു, എനിക്ക് വയ്യാതായി, സുഖമില്ലാതായി. ഫുഡ് കഴിക്കാനില്ല. കോവിഡ് ടൈമൊക്കെ ആയിരുന്നു ആ സമയത്ത് ഹോട്ടലൊക്കെ ക്ലോസ് ചെയ്യും. ഞാൻ ഈ പണി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാറില്ല. അതാണ് സത്യം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി, ഹോട്ട് വാട്ടർ കിട്ടാൻ വേണ്ടി വയ്യാതിരിക്കുകയാണ് എന്ന്. ഞാൻ അവിടെ വെള്ളം കിട്ടത്തില്ല താമസിക്കുന്ന സ്ഥലം. അങ്ങനെ അവിടുന്ന് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലില്ല, ഒരു PG, ഒരു സ്ഥലം PG ആണെന്ന് പറയും. അവിടുന്ന് വെള്ളമൊന്നുമില്ല അവിടെ. ആകെ 2000 രൂപ വാടക കൊടുത്ത് മൊത്തം ഷീറ്റാണ്. ആ ഷീറ്റ് ഇട്ടതിൻ്റെ താഴെ കിടക്കുന്നു. 2000 രൂപ വാടക. അപ്പോൾ അറിയാമല്ലോ അവസ്ഥ. ബാത്റൂമില്ല, മതിയായിരിക്കും, ഒന്നുമില്ല, ഫുഡും ഇല്ല. അങ്ങനെ അവിടുന്ന് ഞാൻ വെള്ളം കുടിക്കാൻ വഴിയില്ലാതെ ഞാൻ നടന്നതാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട്, കുറച്ച് വെള്ളം കുടിക്കാൻ ഒരുപാട് നടന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പല വീടുകളിൽ പോയിട്ട് ഫുഡ് ചോദിച്ചതൊക്കെ. ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയിട്ട് ഗതി കെട്ടിട്ടാണ് കുറച്ച് ഭക്ഷണം തരുമെന്ന് ചോദിച്ചത്. ആ അവസ്ഥ ഞാൻ കടന്നു പോയിട്ടുണ്ട്. കുറച്ച് ഭക്ഷണം കഴിക്കാൻ തരുമെന്ന് ഞാൻ ചോദിച്ചത്. അങ്ങനെ അവർ ഫുഡ് തന്നു എനിക്ക്. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരുപാട് അലഞ്ഞ് പള്ളിയിൽ പോയിട്ട് ഭക്ഷണം ചോദിച്ചിട്ടുണ്ട്. പള്ളിയിൽ പോയിട്ട് ഭക്ഷണം ചോദിച്ചിട്ട് അവർ എനിക്ക് കഞ്ഞി തന്നു. പക്ഷെ ആ കഞ്ഞി പോലും എനിക്ക് കുടിക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് വയ്യ, സുഖമില്ലായിരുന്നു. അങ്ങനെ ആ അവസ്ഥയിൽ ആ കഞ്ഞി പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് ആലോചിക്കുക. അത്രത്തോളം ഞാൻ ആകെ ടയേർഡായിരുന്നു. എൻ്റെ കൂടെ ആരുമില്ല, അതാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞു, എന്നെ ഒന്ന് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് വയ്യ എന്ന് ഞാൻ പറഞ്ഞു. ആരെ കൂടെ ഉള്ളത് ചോദിച്ചു. കൂടെ ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കൂടെ ആരുമില്ലാതെ വന്നു. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ പുള്ളിയുടെ സ്വന്തം റിസ്കിൽ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. എന്നെ ട്രിപ്പ് ഇട്ട് കിടത്തിയാണ്. പിറ്റേന്ന് ഞാൻ റെഡി ആയിട്ടോ, കാരണം എനിക്ക് വയ്യ, അത്രയും ഞാൻ ആകെ സുഖമില്ല. ആരും വേണ്ടേ. ഇതിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യും, ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോലെ, സിംഗിൾ ലൈഫാണ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ആശുപത്രി കിടക്കുന്ന സമയത്താണ് സിംഗിൾ ലൈഫ് ഈസ് ബെസ്റ്റ് ആണോ എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചത്. സത്യം, ഒരിക്കലും സിംഗിൾ ലൈഫ് ബെസ്റ്റ് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരാളെങ്കിലും കൂടെ വേണം, ആരെങ്കിലും ആൾ കൂടെ വേണം. എൻ്റെ അവസ്ഥയിൽ എനിക്ക് ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാർട്ട്ണർ വേണമെന്ന് ആഗ്രഹിച്ചത്.
പക്ഷേ ആളുകൾ വരുന്നവരൊക്കെ നമ്മളെ പറ്റിക്കുക, നമ്മളെ ചതിക്കുക, നമ്മളിങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെ യൂസ് ചെയ്തിട്ട് പോവുക. അതാണ് ഉണ്ടായിട്ടുള്ളത്. ആ കാര്യം സംസാരിക്കാനല്ല ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്നാലും പറഞ്ഞു, ഈ കൂട്ടത്തിലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥകൾ പോയിട്ടുള്ളത്, പല പല അവസ്ഥകൾ. ഞാൻ പോയ വഴികൾ എന്നൊക്കെ പറഞ്ഞാൽ കുറേ മുള്ളും കല്ലും മണ്ണും ഒക്കെ ഉള്ള വഴികളായിരുന്നു ഒരുപാട്. അതിലൂടെയൊക്കെ ഞാൻ നടന്നാണ് ഞാൻ ഇവിടെ വരെ വന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ വരെ വന്നത് ഒക്കെ എൻ്റെ ഒരു സിമ്പതിയാണ്. ആ സിമ്പതിയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയ ആളെയാണ് ഞാൻ നോക്കുന്നത്. സിമ്പതിൻ്റെ ആവശ്യം എനിക്കില്ല. കാരണം അതൊക്കെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞാണ് സിമ്പതി കാണിക്കേണ്ട സ്റ്റേജൊക്കെ. ഇപ്പോൾ സിമ്പതിയൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ കൂടെ ആരെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ടൈമാണ്. കാരണം ഞാൻ അത്രത്തോളം സഫർ ചെയ്തിട്ടുണ്ട് ലൈഫിൽ. ഇപ്പോഴും ഇല്ല എന്നല്ല, പക്ഷേ ഐ നീഡ് സംവൺ ഇൻ മൈ ലൈഫ് ടു ഹോൾഡ് മൈ ഹാൻഡ് എന്ന് ഞാൻ പറയും. എനിക്ക് ആരെങ്കിലും എൻ്റെ ലൈഫിൽ എൻ്റെ കൈ പിടിക്കും. ഞാൻ ആ സ്റ്റേജിലൂടെയാണ് പോയത്. ഒന്നാമത് എൻ്റെ വീട്ടിൽ അക്സെപ്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. വീട്ടുകാരോ നാട്ടുകാരോ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ പ്രശ്നം എന്നോ സോൾവ് ആയി. പക്ഷേ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്കൊരാൾ ജീവിക്കുമ്പോൾ ഒരുപാട് പരിധികളുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒറ്റയ്ക്ക് സിംഗിൾ ലൈഫ് ഒരിക്കലും എനിക്ക് എത്ര കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന കാര്യം എനിക്ക് അറിഞ്ഞൂടാ. സിംഗിൾ ലൈഫ് ചിലപ്പോൾ നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ കിടന്ന് മരിക്കേണ്ടി വരും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം സിംഗിൾ ലൈഫാണോ നല്ലത്. നമുക്ക് പറയുമ്പോൾ പറയാം സിംഗിൾ ലൈഫ് ഇസ് ഗുഡ്, സിംഗിൾ ലൈഫ്. പക്ഷേ ഈ സമയം കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രാക്ടിക്കലാവുന്ന കാര്യം നമുക്ക് അറിഞ്ഞു. ഓക്കെ. അതാണ്. അപ്പോൾ കം ടു ദ പോയിൻറ്റ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കി ഞാൻ എൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ഇങ്ങനെ കുറേ സേവിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ പഠിത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്ത്, അങ്ങനെ പഠിത്തം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി. പിന്നെ എന്നാലും ജോലിയും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കേരളത്തിൽ ജോലി കാര്യങ്ങളൊക്കെ തരാൻ എന്തോ എനിക്കറിഞ്ഞൂടാ. ആൾക്കാർ പറ്റിക്കലും, ഈ ഏറ്റവും കൂടുതൽ പറ്റിക്കൽ നേരിട്ട് ഞാൻ കേരളത്തിൽ നിന്നാട്ടോ. ആളുകളെ പറ്റിക്കൽ കേരളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആണായാലും പെണ്ണാണെങ്കിലും ജോലിയുടെ കാര്യമായാലും ഇപ്പം അല്ലാതെ മറ്റുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും ഏറ്റവും കൂടുതൽ പറ്റിക്കൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. ആളുകൾ എന്നെ ആ രീതിയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ആവട്ടെ. സങ്കടം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ഓപ്പണായിട്ട് ഇങ്ങനെ സംസാരിക്കണം വന്നിട്ട്. പല ട്രാൻസ് വുമൻസിൻ്റെ മക്കളാണ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. മോനാവുക, പരിവാർ, മറ്റൊന്ന് മറിച്ചത്. എനിക്കതിനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനൊന്നും പോവാത്തത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാൻ അതിന് പോയിക്കൂടെ. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് അങ്ങനത്തെ ഒരുപാട് ഈ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ആചാരങ്ങളോടോ അങ്ങനത്തെ ഫാമിലി സിസ്റ്റത്തിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഔട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ സപ്പോർട്ട് സിസ്റ്റം വേറെ ഇല്ല. ഓക്കെ. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകും. പല ആൾക്കാരുടെയും മമ്മിയായിട്ട് മോനായിട്ടൊക്കെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരങ്ങനെ നിൽക്കട്ടെ. ഞാൻ അങ്ങനെ നിൽക്കാതെ എൻ്റെ സിംഗിൾ ലൈഫിൽ ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുക, അതായത് ഇതിന് മാറി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ അതിനൊന്നും ഇല്ലാതെ തന്നെ നമ്മളതിൽ നിന്ന് ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ലൈഫ് ഇങ്ങനെ ആരും ഇല്ലാതായി പോയത്. ആരുമില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, കൂടെ ആരും ഇല്ലാതായി പോയതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒന്നെങ്കിൽ ഫാമിലി, നമ്മുടെ സ്വന്തം ഫാമിലി വേണം, അല്ലെങ്കിൽ നമുക്കൊരു പാർട്ട്ണർ വേണം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫാമിലി ഇല്ലാത്ത പക്ഷേ പാർട്ട്ണർ നോക്കുന്നുണ്ട്. പാർട്ട്ണർ വരുന്നത് മൊത്തം എന്നെ പറ്റിക്കാനും എന്നെ ചതിക്കാനും എന്നെ ദ്രോഹിക്കാനും വേണ്ടി മാത്രം. അതായത് വരുന്ന ആളുകൾക്കൊക്കെ എന്തോ അവർക്കൊരു ബെനിഫിറ്റ് കിട്ടി അവർ പോവുകയാണ്. വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അങ്ങനെ കുറേ എക്സ്പ്ലനേഷൻ ഉള്ളതിന് മുംബൈക്ക് വന്നിട്ട് ഇപ്പോൾ 2.5 വർഷമായി. അതിന് മുമ്പ് മുഴുവൻ എനിക്ക് കഷ്ടപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജോലി സ്ഥലങ്ങളിലുള്ള ബുദ്ധിമുട്ട്, എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടുകൾ മാത്രം. ഞാൻ 2019 ഷെൽട്ടർ ഹോമിൽ ജോലിക്ക് കയറിയിട്ട് അവിടെ ഏകദേശം 1.5 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് എൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്. അതിന് ശേഷമുള്ള ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നെ അങ്ങോട്ട് യൂസ് ചെയ്യുമായിരുന്നു. ജോലി തരാതെയും ജോലി തന്നിട്ടും ശമ്പളം തരാതെയും മനുഷ്യനെ കൊണ്ട് പട്ടിപ്പണി ചെയ്യിപ്പിച്ചിട്ട് ശമ്പളമില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഉണ്ടായിട്ടുള്ളത് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ട്രിവാൻഡ്രത്ത് ഒരാൾ എനിക്ക് വലിയ പൈസക്കാരനാണ്, എനിക്ക് ജോലി തരാമെന്ന് വിളിച്ചു വരുത്തിയാണ്ട് അങ്ങേര് ശമ്പളം തന്ന് 2-3 മാസം വർക്ക് ചെയ്തിട്ട് ആകെ 1-2 മാസം ശമ്പളം തന്നു. പുള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത്രയും മോശപ്പെട്ട സ്റ്റേജിലപ്പോൾ നിൽക്കുന്നത്. പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി എന്നെ 2-3 മാസം മുമ്പ് വിളിച്ചിട്ട് എന്നോട് 5000 രൂപ കടം ചോദിച്ചു. സത്യമായിട്ടും ഞാൻ അറിഞ്ഞത് പുള്ളി കടം മേടിച്ചിട്ടും പുള്ളി എത്ര കോടിക്കണക്കിന് രൂപ പല ആൾക്കാരിൽ നിന്ന് വാങ്ങിയിട്ടും തിരിച്ചു കൊടുക്കാതെ മുങ്ങി നടക്കുകയാണ്. പുള്ളിയുടെ എല്ലാ സ്ഥാപനവും ക്ലോസ് ചെയ്തു. പുള്ളി എന്നെ വിളിച്ച് 5000 രൂപ ചോദിച്ചു, ഗതി കെട്ടിട്ടാടാന്ന് പറഞ്ഞാൽ. അതാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അന്ന് ഞാൻ പുള്ളിയുടെ കൈ എടുത്ത് ഞാൻ പൈസ ചോദിച്ചു. ഞാൻ ജോലി ചെയ്തതിൻ്റെ പൈസ സാലറി അങ്ങനെ എനിക്ക് തന്നില്ല, കംപ്ലീറ്റ് എനിക്ക് തന്നില്ല. ആകെ തന്ന 2 മാസത്തെ സാലറി.
ഇതാണ് നമ്മുടെ അടുത്തോട്ട് വരും. നമ്മൾ ആരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ, ആരൊക്കെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ അവരൊക്കെ നമ്മുടെ അടുത്തോട്ട് വരും ലാസ്റ്റ്. അതാണ് ഉള്ളൊരു ഫാക്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എനിക്കിപ്പോൾ ചിരിയാണ് വന്നത്. കാരണം ഒരു സമയത്ത് ഞാൻ സങ്കടപ്പെട്ട് അങ്ങേടുത്ത് എനിക്ക് മുഴുവൻ സാലറി തരണമെന്ന് പറഞ്ഞിട്ട് തരാതെ പോയ മനുഷ്യൻ. സങ്കടപ്പെട്ട് ഞാൻ പറഞ്ഞു, 2 വട്ടം ഞാൻ മെസ്സേജ് പറഞ്ഞു. അന്ന് എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയമായിരുന്നു. ഇതൊക്കെയാണ് ആൾക്കാർ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദ്രോഹങ്ങളാണ്. ദ്രോഹം എന്ന് പറയാം. ഇതെന്നല്ല പറയാം, ദ്രോഹം എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാർ ഇതുപോലെ ചെയ്തു. ഇപ്പോൾ എൻ്റെ കേസ് ഞാൻ പറഞ്ഞ പോലെ പല ആൾക്കാർക്കും ഇതുപോലെ അനുഭവങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കാര്യം മാത്രം ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ടെന്നുള്ളൂ. എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് പല ആൾക്കാരും തുറന്ന് പറയാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. എത്ര ആൾക്കാരുണ്ട് ഇതുപോലെ സഹിച്ചിട്ട് പല ഇഷ്യൂസിലൂടെ കടന്നു പോയിട്ട് ആൾക്കാരുണ്ട്. ട്രാൻസ്മെൻ ആയതുകൊണ്ടും ഇങ്ങനെയുള്ളതിൽ നിന്ന് വന്നതുകൊണ്ടും ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് പല ആൾക്കാർക്കും ഒരു ധാരണ ഉണ്ട്, നമ്മളെ മാക്സിമം യൂസ് ചെയ്യുക, ഉപദ്രവിക്കാം എന്നൊക്കെയുള്ളൊരു ധാരണയുണ്ട്. ആ ധാരണ ഒരിക്കലും ശരിയല്ല കേട്ടോ. എല്ലാം മുകളിൽ ഒരാൾ കാണുന്നുണ്ടെന്ന് ബോധമാണ്. നിങ്ങൾ ഈശ്വരവിശ്വാസി അല്ലെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുക, കർമ്മ വിൽ കം ടു യു. നിങ്ങളുടെ അടുത്തോട്ട് വരും. നിങ്ങൾ ചെയ്ത കർമ്മ നിങ്ങളുടെ അടുത്തോട്ട് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യുമത്. കുറേ ആൾക്കാർ, ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ വിശ്വാസമൊന്നും അല്ലെങ്കിലും പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഭയങ്കര ഇതാട്ടോ. നമ്മൾ ചെയ്ത കാര്യം നമുക്ക് തിരിച്ച് കിട്ടുന്ന കാര്യം ഉറപ്പാണ്. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസം. ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളോട് പോയി ഒരുപാട് ജോലികൾ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ കേരളം വിട്ട് ഞാൻ മുംബൈ വന്നത് എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടാണ്, ഫെലോഷിപ്പ് കിട്ടിയിട്ടാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ എൻ്റെ ഇത് ചെയ്തത്, എൻ്റെ മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്തത്. എനിക്കൊരു ഫെലോഷിപ്പാണ് കിട്ടിയത് കേട്ടോ. ഇന്ത്യയിൽ ആകെ 15 പേരെ ആദ്യത്തെ ബാച്ചിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനായിരുന്നു. അങ്ങനെ അത് കിട്ടിയ ശേഷം മുംബൈയിൽ അതൊക്കെ കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് ചെയ്തു. അങ്ങനെ എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഒരു കമ്പനിയിൽ ഞാൻ HR ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ലൈഫ് സെറ്റായി എന്ന് പറയാൻ കംപ്ലീറ്റ് ആയിട്ടില്ല, ബട്ട് ഐ ആം ഓക്കെ. സോ ലൈഫിൽ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം, എൻ്റെ ലൈഫ് ടേണിങ് മാറിയത് മുംബൈ വന്നതിന് ശേഷം കേട്ടോ. കാരണം എൻ്റെ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സത്യത്തിൽ നടന്നത് മുംബൈയാണ്. ഓരോ കാര്യത്തിലും എനിക്ക് മുംബൈയോട് വല്ലാത്ത ഒരു നന്ദി പറയാനുണ്ട്. കാരണം ഒരു സ്റ്റേജിൽ ഞാൻ പട്ടിണി കിടന്ന സ്റ്റേജുണ്ട്, കേരളത്തിൽ നിന്നായിരുന്നു. അന്ന് ഒരാളും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല, ഒരു കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്തിട്ടില്ല, ഒരു പൊളിറ്റീഷ്യനും വന്ന് ഹെൽപ്പ് ചെയ്തിട്ടില്ല, ഒരു നാട്ടിലെ സഹായമോ. കുറേ NGO ഉണ്ടല്ലോ, നടന്ന NGO ഉണ്ട് മുക്കിലും മൂലയിലും, ആരും വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല, ഒരു നേരം ഭക്ഷണം തന്നിട്ടില്ല. അപ്പം മുമ്പ് ഞാൻ വന്നതിന് ശേഷം ഇതെല്ലാം മാറി. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ എഡ്യൂക്കേഷനെല്ലാം കംപ്ലീറ്റ് ചെയ്തു, എൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്തു. അങ്ങനെ ഞാൻ ജോലി കയറിയത്. മുംബൈയോട് എനിക്ക് വല്ലാത്തൊരു അടുപ്പം അതാണ്. കേരളത്തിനേക്കാളും കൂടുതൽ എനിക്ക് അറ്റാച്ച്ഡ് ആയത് മുംബൈയാണ്. കാരണം ഓരോ കാര്യത്തിൽ എനിക്ക് ബെനിഫിറ്റായി ഫീൽ ചെയ്തത് മുംബൈ ആയിരുന്നു. ഓക്കെ, വരുന്നതിൻ്റെ മുമ്പ് വരെ ഈ കിടക്കാൻ പോലും സ്ഥലമില്ലാതെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഷോപ്പിൽ കിടക്കേണ്ട അവസ്ഥ വരെ എനിക്ക് വന്നു. ആളുടെ വീട്ടിൽ പോയി കിടക്കാൻ പറ്റില്ല, കാരണം പാരൻസ് ഉണ്ട്. ഒരു ചെറുക്കനെ കൊണ്ടുവന്ന് വീട്ടിൽ കിടത്തി എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഒരു ഷോപ്പിലാണ് കിടന്നത്, ആളുടെ ബൊട്ടിക് ഷോപ്പിലാണ് കിടന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 രൂപ കൊടുത്തിട്ട് തൊട്ടപ്പുറത്ത് പോയിട്ട് കുളിക്കാനൊക്കെ 10 രൂപ കൊടുക്കണം. 10 രൂപ കൊടുക്കണം, അടുത്ത ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അതേ കാലം ഹോട്ടലിൽ പോയി കഴിക്കാനും 10 രൂപ കൊടുക്കാനൊന്നും, കുളിക്കാൻ 10 രൂപ കൊടുക്കണം. റോഡ് സൈഡിലുണ്ടാവും ഒരു ബാത്ത് ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ, റോഡ് സൈഡിലൊക്കെ ബാത്റൂമും അതൊക്കെ അറേഞ്ച് ചെയ്ത സംഭവമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുളിക്കുക, ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കഴിഞ്ഞു പോയത്. ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ അങ്ങനത്തെ കാര്യങ്ങൾ. കിടക്കുക പറഞ്ഞാൽ ഞാൻ കിടക്കുന്ന ബൊട്ടിക്കാണ്, അത്ര വലിയ സെറ്റപ്പൊന്നും അല്ല. തൊട്ടപ്പുറത്ത് ഇന്ത്യക്കാരാണ് താമസിക്കുന്നത്. ബാത്റൂം അവിടെ ഒരു ലോക്കൽ ബാത്റൂമുണ്ട്, ഭയങ്കര മോശപ്പെട്ട ബാത്റൂമാണ്. അങ്ങനെ നിന്ന് എനിക്ക് വയറിന് ഇൻഫെക്ഷനായി എനിക്ക് ആ ബാത്റൂം യൂസ് ചെയ്തിട്ട്. യൂറിൻ ഇൻഫെക്ഷൻ വന്ന് എനിക്ക് വയ്യാതായി. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി. എന്ത് പറയാനാ, ഒറ്റയ്ക്ക് അതൊക്കെ ചെയ്യുന്നത്. എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എൻ്റെ അവസ്ഥ. യൂറിൻ ഇൻഫെക്ഷനൊക്കെ വന്ന് വല്ലാത്തൊരു സ്റ്റേജിലൂടെ പോയി. ഞാൻ നോക്കാൻ ആളില്ല, പിടിക്കാൻ ആളില്ല, ഒന്നിനും ആളില്ല. ഞാൻ തന്നെ ഒറ്റയ്ക്ക് വേണ്ടതൊക്കെ ചെയ്യാൻ. ഇത് അങ്ങനെ ഒരു സ്റ്റേജിലൂടെ ഞാൻ പോയി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ആൾക്കാർക്ക് ചിലപ്പോൾ ശരിയായിരിക്കാം. നീ ഇങ്ങനെ അനുഭവിക്കടാ, നീ നശിക്കടാ, നീ ഇങ്ങനെയൊക്കെ ആയതല്ലേ, നിനക്ക് ഇങ്ങനെയൊക്കെ കിട്ടണമെന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രാകുന്ന ആൾക്കാരുണ്ടാവും, ഇതൊക്കെ കാണുന്ന ആൾക്കാർ. പക്ഷേ അല്പമെങ്കിലും മനസ്സാക്ഷി, അല്ലെങ്കിൽ അല്പമെങ്കിലും ഒരു മനസ്സിലൊരു സ്നേഹം വേണ്ട, മനസ്സാക്ഷി എന്ന് പറയാം, ഒരിതുണ്ടെങ്കിൽ മനുഷ്യനായിട്ട് പരിഗണിക്കുക. മനസ്സിലായില്ലല്ലോ, മനുഷ്യനല്ലേ നമ്മളൊക്കെ. അങ്ങനെ പരിഗണിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഓൽക്കിത് മനസ്സിലാവും. അല്ലാത്ത പക്ഷം നീ ഇതൊക്കെ അനുഭവിക്കണം ഷൈനെ, ഇതൊക്കെ എനിക്ക് കിട്ടേണ്ടതാണ്, ഈ ഇങ്ങനെയൊക്കെ നല്ലീച്ചാവണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഓരോടൊപ്പം ഒന്നും പറയാനില്ല. മനസ്സാക്ഷി ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല കാര്യങ്ങൾ. അങ്ങനെ
അങ്ങനെ അവിടെ കുറച്ച് കാലം നിന്ന് വയ്യാതായപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് വിട്ടു. അങ്ങനെ ഒരുപാട് സ്റ്റേജിലൂടെ പോയിട്ടു. പിന്നെ ഞാൻ ഈ കെയർ ഹോമിൽ ഈ അൽഷിമേഴ്സ് ബാധിച്ച ആൾക്കാരെ നോക്കുന്ന ജോലിയിലോട്ട് പോയി. അൽഷിമേഴ്സ് ബാധിച്ച ആൾക്കാരെ ജോലിയിലോട്ട് പോയതിൻ്റെ കഥ ഞാൻ വേറെ പിന്നെ ഒരു ടീച്ചറായിട്ട് പറയുന്നുണ്ട്. ആ ജോലിയുടെ ഒരു ഇത് എനിക്ക് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ജോലിയായിരുന്നു അത്. കാരണം ഒരുപാട് അൽഷിമേഴ്സ് ബാധിച്ച രോഗികളെ നോക്കിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ. എൻ്റെ അറിവിൽ ആ ജോലി ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ട ജോലിയാണ്. കാരണം ഈ ഓർമ്മയില്ലാത്ത ആൾക്കാർ, ഇത് നഷ്ടപ്പെട്ട ആൾക്കാരാണ്, അവർക്ക് ഓർമ്മയില്ല, മെമ്മറി ലോസാണ്. അങ്ങനെയുള്ള കുറേ അച്ഛന്മാരെയും അമ്മമാരെയൊക്കെ ഒരുപാട് നോക്കിയിട്ടുണ്ട്. അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്, അവരെ കുളിപ്പിച്ചിട്ടുണ്ട്, അവരെ പല്ല് തേപ്പിച്ചിട്ടുണ്ട്, അവരെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവരെ മുറി ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. പല രീതിയിൽ ഞാൻ അവരെ നോക്കിയിട്ടുണ്ട്. അതും 1-2 പേരൊന്നുമല്ല, ഒരു 8 പേരൊക്കെ ഒന്നിച്ച് കുളിപ്പിച്ചിട്ടുണ്ട് ഞാൻ. 8 പേരെ ഒന്നിച്ച് കുളിപ്പിക്കാറുണ്ട്. ഒരാളെ കുളിപ്പിക്കുമ്പോൾ മറ്റേ ആൾ എണീറ്റ് പോകും. അത്രത്തോളം ആളുകളെ കൊണ്ടുവന്ന് കുളിപ്പിക്കണം, അവരുടെ മലമൂത്ര വിസർജനം എടുക്കണം. അതെല്ലാം എൻ്റെ കൈ കൊണ്ട് ഞാൻ ചെയ്ത പണിയാണ്. ഈ കൈ കൊണ്ട് ചെയ്ത എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. ചിലരെന്നെ തല്ലിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ കൊണ്ടിട്ടുമുണ്ട്. കുറേ അച്ഛന്മാർ തല്ലും. അതൊക്കെ ഈ അൽഷിമേഴ്സ് ബാധിച്ച രോഗികളെ നോക്കാൻ അത്ര വലിയ സില്ലി ജോലിയൊന്നുമല്ല, നല്ല റിസ്ക്കുള്ള ജോലിയാണ്. അവരാ രീതിയിൽ നോക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അവർ തല്ലും, അവരെന്തൊക്കെ ചെയ്യുമെന്നറിയോ. അതൊക്കെ ഞാൻ സഫർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അനുഭവിച്ചിട്ട് ഒക്കെ കഴിഞ്ഞ ആ ജോലി എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. അവർ ഓർമ്മയില്ലാതെ ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ അവരോട് സ്നേഹവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. ജോലി എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡ് എനിക്ക് ആകെ 10,000 രൂപ സാലറി. ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് 10,000 രൂപ. ഞാനവിടെ ഫുൾ ടൈം എംപ്ലോയി ആയിരുന്നു. 10,000 രൂപ എനിക്ക് തരുള്ളൂ മാസം. ഫുൾ ടൈം എംപ്ലോയി ആണ്, 24 hours ആണ് ഞാൻ അവിടെ. ഉറങ്ങൽ നമുക്ക് സമയം കിട്ടിയാൽ ഉറങ്ങും, അത്ര തന്നെ. ചിലപ്പോൾ രാവിലെ നമുക്ക് രാത്രിയിലൊക്കെ ഉറങ്ങാൻ പറ്റിയില്ല. ചിലപ്പോൾ പേഷ്യൻസ് ആരെങ്കിലും എന്തെങ്കിലും പറ്റി എണീക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ചിലപ്പം ഇവർ ഉറങ്ങുന്നില്ല, ഇവർ എണീച്ച് നടക്കും. അപ്പോൾ നമ്മൾ പോയിട്ട് നിൽക്കേണ്ടി വരും, ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ഉറങ്ങാൻ സമയം കിട്ടിയാൽ നല്ലത്. അങ്ങനെയായിരുന്നു. അപ്പം അതിന് ഉറക്കമില്ല, കാര്യങ്ങളും. പക്ഷെ ഭക്ഷണം കിട്ടുമായിരുന്നു കേട്ടോ. ആ ഭക്ഷണം, ആ 3 നേരം ഭക്ഷണം ആലോചിച്ചിട്ട് ഞാൻ കയറിയ ജോലിയാണ്. എനിക്ക് 3 നേരം ഭക്ഷണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ 3 നേരം ഭക്ഷണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കയറിയ ജോലിയാണ് അൽഷിമേഴ്സ് സെൻ്റർ ഈ പേഷ്യൻസിനെ നോക്കുന്നത്. സത്യം പറഞ്ഞാൽ അത്രത്തോളം പട്ടിണി കിടന്നിട്ടാണ്. വിശപ്പിൻ്റെ വില അത്രത്തോളം ഞാൻ അറിഞ്ഞു. 3 നേരം ഭക്ഷണം വിചാരിച്ചിട്ട് 10,000 രൂപ ഒന്നുമല്ല ആ ജോലിക്ക്. കാരണം അത്രയും പേഷ്യൻസിനെ നോക്കണം. 8-10 പേഷ്യൻസ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻസിന് ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഒരാൾ അങ്ങോട്ട് ഇറക്കും, ഒരാൾ ഇങ്ങോട്ട് ഇറക്കും, ഒരാൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. നമ്മളെല്ലാവരും ഒരുപോലെ നോക്കണം. സമയം നമുക്ക് എന്താ പറയുക, ഫുൾ നമ്മളവിടെ ഉണ്ടാവണം. ഇതാണ് അങ്ങനത്തെ ജോലിയായിരുന്നു. കുറച്ച് കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയതെന്ന് പറയുന്നത്. എൻ്റെ കഥ കേൾക്കുകയാണെങ്കിൽ കുറേ കഥകൾ പറയാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അത് പതുക്കെ ഞാൻ ഓരോന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷേ അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യം, നമ്മളെ ബന്ധുക്കളാരും കോൺടാക്ട് ചെയ്തിരുന്നെങ്കിൽ, ഞാൻ വിളിച്ചിരുന്നെങ്കിൽ, ജസ്റ്റ് ഒരു കോൾ ചെയ്തിരുന്നെങ്കിൽ ഒന്ന് സംസാരിച്ചിരുന്നു. പക്ഷെ ആരും വിളിക്കാറില്ല. അവരൊക്കെ പ്രാഗാണ്. ഞാൻ നശിക്കട്ടെ, ഞാൻ നശിച്ചു പോട്ടെ, ഞാൻ എന്തിനാണെന്നൊക്കെ പറഞ്ഞാൽ പ്രാഗായിരിക്കും. അപ്പോൾ ഗൈസ് എന്ത് പറയാനാ, പക്ഷെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസാണ്. എനിക്ക് എൻ്റെ ലൈഫിലുള്ള ഏറ്റവും വലിയ എക്സ്പീരിയൻസാണ് ഈ ജോലിയും കാര്യങ്ങളും, ഈ കടന്നു പോയ ഓരോ സംഭവങ്ങൾ, ഈ പറഞ്ഞ പറ്റിച്ച ആൾക്കാർ. ഞാൻ ചെയ്ത ഓരോ ജോലി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ജോലി എൻ്റെ അറിവിൽ ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് ഒരു ജോലി ഒഴിവാക്കാൻ കാരണം എൻ്റെ കൈ മുറിഞ്ഞിട്ട് അവർ എന്നെ ചീത്ത പറഞ്ഞു. ആ മുറിഞ്ഞ കൈ ഒന്ന് കെട്ടാൻ പോലും ചോര ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. കാരണം അത് ഷോപ്പായിരുന്നു, ഒരു എല്ലാ ഐറ്റംസും ഉള്ളൊരു ഷോപ്പായിരുന്നു, വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഷോപ്പായിരുന്നു. എൻ്റെ കൈ മുറിഞ്ഞ് ചോര ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈ മുറിയാൻ കാരണം ഒരു സാധനം അവിടെ നിന്ന് തട്ടി. അതായത് നമ്മളെടുക്കുന്ന എന്തോ ഒരു പച്ചക്കറി എടുത്ത സമയത്ത് എന്തോ ഒരു സാധനം എൻ്റെ കൈ അവിടെ തട്ടി മുറിഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൈയാണ്. ഇത് കെട്ടാൻ പോലും തുണിയില്ല. അങ്ങനെ എൻ്റെ ഡ്രസ്സിലൊക്കെ ഡ്രസ്സ് മൊത്തം ചോരയായിരുന്നു. പിന്നെ ടിഷ്യൂ എടുത്ത് പേപ്പർ എടുത്ത് ഒക്കെ ഒന്നും നിൽക്കുന്നില്ല. ചാക്ക് വെച്ച് തുടച്ചു, എന്നിട്ട് നിൽക്കുന്നില്ല. ചാക്ക് വെച്ചിട്ടൊക്കെ തുടങ്ങി. അങ്ങനെ എന്നെ അവിടുത്തെ മാനേജർ വിളിച്ച് എന്നെ ചീത്ത പറയാൻ തുടങ്ങി. നീ എന്താ പണി കാണിക്കണം, നീ എവിടെയാണ്, നീ കുറേ നേരമല്ലേ പോയിട്ട് ഞാൻ പറഞ്ഞു. എൻ്റെ കൈ മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതൊന്നും കേൾക്കാതെ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലും കെട്ടാൻ പോലും അറ്റ്ലീസ്റ്റ് കൈ മുറിഞ്ഞു, എന്നാലും ഒന്ന് മരുന്ന് വെച്ച് കെട്ടിത്തരിക, അല്ലെങ്കിൽ അതൊന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് അതൊന്നും മനസ്സിലാക്കാതെ എന്നെ വഴക്ക് പറയുകയും എന്നെക്കൊണ്ട് ആ മുറിയുള്ള കൈ വെച്ചിട്ടാണ് വീണ്ടും ജോലി ചെയ്തത്. അത് കെട്ടിയില്ല, ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്ന ആ കൈയും വെച്ചിട്ടായിരുന്നു. കൈ മുറിയാൻ ചെറിയ മുറിയല്ലായിരുന്നു, നല്ല നീളത്തിലായിരുന്നു കൈ മുറിഞ്ഞത്, നല്ല രീതിയിൽ ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു. അതും വെച്ചിട്ട് ഞാൻ വീണ്ടും ജോലി ചെയ്തു. അവസാനം പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളത് കണ്ടിട്ട് എനിക്ക് തുണി വെച്ച് കെട്ടുന്നത്. ഇങ്ങനെയൊക്കെ അവസ്ഥയിലൂടെ പോയി ഞാൻ. സത്യം പറഞ്ഞു, എല്ലാ ജോലിയും എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോൾ. ഞാൻ കടന്നുപോയ ഓരോ ജോലികളും എത്രത്തോളം കഠിനമായിട്ടുള്ള ജോലികളായിരുന്നു, എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഞാൻ മുംബൈയിലുള്ളത്. ഇപ്പോഴത്തെ കാര്യം പറയാം. ഇപ്പോൾ ഞാൻ ഈ കമ്പനിയിൽ എച്ച് ആറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഏകദേശം 1.5 വർഷമായി. ഞാനിപ്പോൾ ടാലൻറ്റ് സപ്പോർട്ട് ടീമിലാണ് വർക്ക് ചെയ്യുന്നത്, സീനിയർ എച്ച് ആറായിട്ട്. അപ്പം ഇപ്പോൾ ബേസ്ഡ് മുംബൈ ആണ്. പിന്നെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല ജോലിയാണ്. കോർപ്പറേറ്റ് ജോബ് ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിവേ ഞാൻ ചെയ്ത ആ ജോലിയും ഈ ജോലിയും ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലിയായിട്ട് അത് ഒരു ജോലി, ഇത് വേറൊരു ജോലി, ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ നൗ ഐ എം ഓക്കെ, കമ്പാരിറ്റീവ്ലി ഐ എം ഓക്കെ അറ്റ് ഐ ക്യാൻ ടെൽ. സോ എന്താ പറയുക, സോ ഐ ആം ഹാപ്പി നൗ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ, എൻ്റെ മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മകൾ എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും മറക്കത്തില്ല ഈ എക്സ്പീരിയൻസ്. ഈ കാര്യങ്ങളും ഒക്കെ എനിക്ക് എൻ്റെ ലൈഫിലൊരു മെമ്മറീസാണ്, നല്ലതായാലും ചീത്തതായാലും. അപ്പോൾ ഗൈസ് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ, എന്നെപ്പോലെ തന്നെ പല ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സഫർ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര സഫർ ചെയ്താലും ഒരു ദിവസം, വൺ ഡേ, എല്ലാത്തിനും ഒരു ഇതുണ്ടാവും, ഒരു സൊല്യൂഷൻ ഉണ്ടാവും. പിന്നെ അത് നമുക്ക് നല്ലൊരു ടൈമായിരിക്കും. അന്ന് മുതൽ നമ്മുടെ ലൈഫിലൊരു മാറ്റം വരും. അതായത് നമ്മളിപ്പോൾ കുറേ അനുഭവിച്ചാലും ഒരു ദിവസം നമുക്ക് നല്ല ദിവസമായിരിക്കും, നല്ലൊരു കരിയറിൽ നമ്മൾ എത്തിപ്പെടും. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഓക്കെയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറയുകയാണ്. നമ്മൾ ഒരുപാട് അനുഭവിച്ച് നമുക്ക് പിന്നെ നല്ലൊരു സ്റ്റേജിലോട്ട് നമ്മൾ പോകും. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ലൈഫിൽ നമ്മൾ തോറ്റു കൊടുക്കേണ്ടത്. ഇത്ര അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോയിട്ട് അങ്ങ് സൂയിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലൈഫ് വേസ്റ്റ് ചെയ്ത് കളയുക ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഇൻറ്റൻഷൻ വേണം, നമ്മൾ എത്തിപ്പെടും, നമ്മൾ അച്ചീവ് ചെയ്യുന്നൊക്കെയുള്ളൊരു ഇത് വേണം. എന്നാൽ നമ്മുടെ ലൈഫ് സക്സസ് ആണ്, കളർഫുള്ളാണ്. നെവർ എവർ ഗീവ് അപ്പ് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ബൈ.